ഇതെല്ലാം ആരാ? ഇത്രയും നാളെ നമ്മുടെ നാട്ടുകാരുടെ ആരാ? വെറും അലമ്പന്മാര്. ഇതുവരെ കേട്ട പുച്ഛവും കളിയാക്കലൊക്കെ ഈ കൈവെള്ളം ചുരുട്ടി പിടിച്ച് നല്ല ഇടിയിടിച്ച് നാട്ടുകാരെ കൊണ്ട് കൈയടിപ്പിക്കണ്ടേ? ടി സീരീസിന്റെ കോപ്പറേറ്റ് അടിച്ച് ടി സീരീസ് പോയി അല്ല ഇന്ന് കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ഷോർട്ട് സ്ട്രീം ഇന്നത്തെ ലൈവ് ടേക്ക് ഡൗൺ ആയാലും കുഴപ്പമില്ല. ജി ടി എ കളിക്കാം. ജി ടി എ ഡൗൺലോഡെല്ലാം ചെയ്യണം പോലെ 10-15 മണിക്കൂർ ഇരിക്കണം ഡൗൺലോഡ് ആകാൻ തന്നെ. ബുക്കൂസ് ലൈവ് എന്താ? ബുക്കൂസ് ലൈവ് എന്ന് കുറേ ആൾ പറയുന്നത്. ബുക്കൂസ് ലൈവിന് റെയ്ഡ് കൊടുക്കാനാണോ? ലാസ്റ്റ് കൊടുക്കുക, റെയ്ഡെല്ലാം ലാസ്റ്റ് കൊടുക്കുക. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മണിക്കൂറോ അല്ല 1/2 മണിക്കൂറോ ഞാൻ ലൈവ് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്ക് 2 പിള്ളേർ വന്ന് നിൽക്കുന്നുണ്ട്. ആരാ പാട്ട് പാടുന്ന വിളിക്കട്ടെ. ബുക്കൂസ് ലൈവ്. ഓ ഇവൻ എൻ്റെ ലൈവ്. ഓഹോ അത് ശരിയില്ല. ബുക്കൂസിന് ഇതില്ല, ബുക്കൂസിന് റൈഡ് ഇല്ല. ഇവൻ എന്താ പരിപാടി അറിയോ? ഇവൻ്റെ ലൈവിൽ എൻ്റെ ലൈവ് തുറന്നു വെച്ചിട്ട് ഇവൻ്റെ വാച്ചിങ്ങിലുള്ള ഇവൻ്റെ വ്യൂവേഴ്സിനോടെല്ലാം പോയിട്ട് എൻ്റെ പേര് സ്പാം ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അങ്ങനത്തെ ആൾക്കാർ ഡിസേർവിങ് അല്ല. അത് വേണ്ട കേട്ടോ. നമ്മൾ ചെറിയ സ്ട്രീമേഴ്സിന് റൈഡ് കൊടുക്കാം കേട്ടോ. ഇത് പരിപാടി, ഇത് ചീറ്റിങ് പരിപാടി. BGM സ്പാം ചെയ്യുന്നുണ്ട്. BGM ഡൗൺലോഡ് ചെയ്യണം വേണമെങ്കിൽ. BGM ഡൗൺലോഡ്. എന്താ പേര്? അജാസോ. നിങ്ങള് അല്ല അപ്പൊ ആരാന്ന് കഴിവുള്ള ആള്? എന്തോ പാട്ടോടോ? എന്നാ ഇരിക്കുക ഒരു സെക്കൻഡ്, ഒന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. കുര്യന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തോ? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ കൊടുത്ത? ഡ്രസ്സ് മർജിൽ കയറുകയും ചെയ്ത് കുറച്ച് ഡ്രസ്സ്. ഐഫോണൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. കുര്യന് ഐഫോൺ, ഞാൻ ഐഫോൺ ആണോ വെച്ചു. കുര്യന് ഐഫോൺ ഇഷ്ടമല്ല, ഐഫോൺ വിരോധിയാണ്. മറ്റേ ഷസാമിനെ പോലെ എന്താന്ന് കഥ പറ. നീ പുതുങ്ങിയിരിക്കാനാ വന്നത്? എന്താ പേര് പറഞ്ഞ? അജാസ്. എവിടെന്നാ വരുന്നത്? പെൻഷനോ? എന്തിനാ ടെൻഷൻ? കാരണം നമ്മളെല്ലാരും പുതുങ്ങിയിട്ടാണല്ലോ ഇന്ന് ആർക്കും എനർജി ഇല്ല. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണം. നീയാന്ന് ഇവിടെ ഏറ്റവും ഓൺ ആയിട്ടുള്ള ആള്. അങ്ങനെ ചിന്തിച്ചാ മതി. എന്താ പറയുന്നത്? അല്ല ഇവിടെ കൂട്ടാനോട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഇന്നലെ, മലപ്പുറത്തായിരുന്നു. അവിടെ ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനായിട്ട് പോയതാ. അപ്പൊ അതിനുശേഷം അങ്ങനെയല്ല പറഞ്ഞിട്ട് പതുങ്ങിയിരുന്നേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. ഫ്ലോപ്പാവോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പുതിയ പാട്ടാണോ? നിന്റെ സ്വന്തം പാട്ടാണോ? റിലീസ് ചെയ്യുന്ന ഇവിടെ? ഇല്ല, ഞാൻ അത് റെക്കോർഡിങ് കൊടുത്തിരിക്കുന്നുള്ളൂ. കഴിഞ്ഞിട്ട് ജനുവരി ഒക്കെ ആകുമ്പോ എനിക്ക് സെറ്റ് ആയി തരാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഫുൾ സ്ക്രീൻ സോറി. DSC കണ്ടാട്ടാ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ DSC. അത് ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞത്. DSC DSC റിവ്യൂ ഗൈസ്. DSC പ്രണവ് മോഹൻലാൽ 2-3 കൊല്ലം കൂടുമ്പോ ഒരു പടം എടുക്കുമെങ്കിലും ചങ്ങായി ഓരോ പടം കഴിയുമ്പോൾ ചങ്ങായി ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആട്ടോ. നമ്മൾ ഭയങ്കര അങ്ങനെ കണ്ണ് തള്ളിട്ടിരുന്നു പോയി. കാരണം പണ്ട് ഫസ്റ്റ് വന്ന പടത്തിലെല്ലാം നമ്മളെ ആക്ടിങ്ങിന്റെ പേരിൽ കളിയാക്കിയ മനുഷ്യനാണ് ഈ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത്. പക്ഷെ എന്തൊരു മാറ്റമല്ലേ, ഭയങ്കരം. മനസ്സിലാ? ഇത് ഇവൻ പറഞ്ഞല്ലേ, മറ്റേ അശ്വന്ത് കോക്ക് പറഞ്ഞല്ലേ ഇത്. ഇവൻ റിവ്യൂ കണ്ടിട്ട് ഇവൻ പടത്തിന് കടന്നുറങ്ങിയത്. ഇവൻ പടം കാണുമ്പോ കടന്നുറങ്ങി. ഇവ കണ്ടിട്ട് പോലും ഇല്ല, ഇവ കടന്നുറങ്ങുന്നത്. എന്നിട്ട് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ആ റിവ്യൂല് അവൻ പറയുന്നുണ്ട് ഫുൾ ക്ലോസപ്പ് ഷോട്ടാന്ന്. അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു. മനസ്സിലായല്ലോ സംഭവം? മനസ്സിലായല്ലോ?
എടാ ഹൊറർ കിഡില് എടാ ഞാൻ പറയട്ടെ, കുറേ കാലം കൊണ്ട് ഒരു ഹൊറർ പടം നല്ലതില് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഈ DSC റാന്റെ ഡയറക്ടറാണ് ബ്രഹ്മയോഗം എടുത്തത് അല്ല ആണ്. പിന്നെ ഭൂതകാലം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഭയങ്കര സ്കാനോ ഭയങ്കര ഹൊറർ പടമാണ്. ഇയാളെ പടം മൊത്തം ഭയങ്കര ഹൊററാണ്, പ്രോപ്പർ നമുക്ക് പേടി തോന്നൂടാ കാണുമ്പോ, ശരിക്കും നെഞ്ചടിക്കും, മനസ്സിലാവും. ഒരു DSC അടിപൊളി പടം. ആപ്പാ പാട് ബ്രോ. എനിക്ക് മോനെ പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്ക് വയ്യ. ഞാൻ ഫ്രീ സ്റ്റൈൽ ആയിട്ടപ്പോ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ തന്നെ. ഞാൻ പയ്യൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ ആയിട്ട് ചെയ്യാൻ. പയ്യനായിട്ട് കമ്പനി ഉണ്ടോ? അല്ല, പയ്യന്റെ ഒരു ട്രെയിനർ ഉണ്ട്, ജിം ട്രെയിനർ ഉണ്ട്. അപ്പൊ ഓരോയിട്ട് കണക്ഷൻ ഉണ്ട് ഞാൻ. അങ്ങനെ അവനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് അപ്പൊ പറയടാ ഫ്രീ സ്റ്റൈൽ ആയിട്ട് ചെയ്തു നോക്ക്. ആദ്യം ഇവൻ പറഞ്ഞു അടിയോ അത്യാന്നല്ല ഞാൻ ചോദിച്ചാ എന്താ നീ എന്താ പറയുന്നത്? കൺഫ്യൂഷൻ. നീ അപ്പൊ ഫ്രീ സ്റ്റൈൽ ആടാ, എനിക്ക് പനി പകരും കേട്ടോ, നീ അധികം എന്റെ മുഖത്തേക്ക് നോക്കണ്ട, ബ്രീത്ത് ചെയ്യണ്ട. അപ്പൊ ഫ്രീ സ്റ്റൈലാ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ചെയ്തോ. ഏതാണ് BGM ഏതാ വേണ്ടത്? വാക്സ് 777 എന്ത് ചെയ്യും? വാക്സിന് റൈഡ് കൊടുക്കാം. ഓക്കെ അല്ല വാക്സിൽ ഓൾറെഡി വാക്സിനിൽ നല്ല ഫാൻ ബേസിൽ ഉള്ളതല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാതല്ലേ? വാക്സിനിൽ അത്യാവശ്യം വാച്ചിങ് ഉള്ളതല്ലോ. വാക്സിന് റൈഡ് കൊടുക്കാം, നമുക്ക് ചെറിയ സ്ട്രീമേഴ്സിന് റൈഡ് കൊടുക്കാം. ഏതാ വേണ്ടത് മോനെ? ഫ്രീ സ്റ്റൈൽ ബീറ്റ് ഏതാ? ഞാൻ ഒരു കാര്യം പറ്റേ, ഭയം നിങ്ങളെ അപകടത്തിലേക്കാക്കും. അങ്ങനെയുണ്ട്. നമ്മളൊരിക്കലും